السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് അതിൻ്റെ മഹത്വങ്ങൾ അല്ലാഹു തആല നമ്മോട് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലാണ് നാം ഖുർആനെ അവതരിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ഒരു വാർഷിക മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ്. നോമ്പനുഷ്ഠിച്ച വ്യക്തി അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചാൽ ചെയ്യുന്നൊരു ഇബാദത്താണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ക്ലാസ് നടത്തുക, ഖുർആൻ ക്ലാസ് കേൾക്കുക. അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതം നോമ്പുകാലത്ത് പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വിശുദ്ധ ഖുർആനുമായി നോമ്പുകാരനുള്ള അഭേദ്യമായ ബന്ധത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ സ്ഥാനങ്ങളുണ്ട്, വലിയ ബഹുമാനങ്ങളുണ്ട്. അഥവാ ഖുർആനും അതുപോലെ തന്നെ നോമ്പും അവന് വേണ്ടി അള്ളാഹുവിന് മുമ്പിൽ പ്രത്യേകമായി ശഫാഅത്ത് ചെയ്യും, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അവനെ സ്വർഗത്തിലെത്തിക്കാൻ, സ്വർഗത്തിലെ പദവികൾ ഉയർത്തിക്കിട്ടാനൊക്കെ വേണ്ടി അല്ലാഹു തആലയോട് ഖുർആനും അതുപോലെ തന്നെ നോമ്പും ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനിൽ അബ്ദി. നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും അവൻ അടിമക്ക് വേണ്ടി, അത് പാരായണം ചെയ്യുന്ന നോമ്പനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഖൂലു സിയാമു ഐ റബ്ബി ഇന്നി മനഅതുഹു തആമ വശഹവാതി ബിന്നഹാർ. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, നിൻ്റെ ഈ അടിമ അവൻ ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ നോമ്പുകാരനായി നോമ്പെടുത്തു എന്ന കാരണം കൊണ്ട് അവൻ ആ ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങൾ അവൻ ഒഴിവാക്കിയിട്ടുണ്ട്. വശഹവാത്തി, അവൻ്റെ ദേഹേച്ഛകളെ, അവനക്ക് പലതും ആഗ്രഹമുണ്ട്, പലതും പറയണമെന്നും പലതും കേൾക്കണമെന്നും പലതും ചിന്തിക്കണമെന്നും പലതിലേക്കും നടന്നു പോകണമെന്നും അങ്ങനെ പലതും കാര്യങ്ങളിൽ ബന്ധപ്പെടണമെന്നൊക്കെ അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ നോമ്പുകാരനായി ഒരൊറ്റ കാരണം കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ മാറി നിൽക്കുകയാണ്, അവനതെല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അവന് ശഫാഅത്ത് ചെയ്യാൻ, അവൻ്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് നീ അധികാരം നൽകണമെന്ന് നോമ്പ് പറയും. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വയഖൂലുൽ ഖുർആനു മനഅതുഹു നൗമ ബില്ലൈൽ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ പറയുക, അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ രാത്രിയിലുള്ള ഉറക്കം ഞാനാണ് അവനക്ക് തടസ്സപ്പെടുത്തിയത്. അവൻ ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി അവൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ധാരാളം ഖുർആൻ നിസ്കാരത്തിലായും അല്ലാതെയും അവൻ പാരായണം ചെയ്യാൻ വേണ്ടി ഉറങ്ങേണ്ടുന്ന സമയം മാറ്റിവെച്ച് അവൻ ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഫശഫിഉഹു ഫീ, അദ്ദേഹത്തിൻ്റെ ശുപാർശ ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശഫാഅത്തിന് എന്നോട് ആവശ്യപ്പെടാൻ എനിക്ക് നീ സമ്മതം നൽകണമെന്ന് പറയുമ്പോൾ ഫയശ്ഫഅൻ, ഖുർആനും അതുപോലെ തന്നെ നോമ്പും ആ നോമ്പുകാരന് വേണ്ടി, ഖുർആൻ രാത്രിയിൽ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു തആല നൽകും. അങ്ങനെ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാനും അവൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഖുർആനും നോമ്പും ശഫാഅത്ത് ചെയ്തവന് രക്ഷകനായി എത്തുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ റമളാൻ ഷരീഫ് ധാരാളം ഖുർആൻ ഓതാൻ നമുക്ക് സാധ്യമാവട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.